എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ബി.ജെ.പി. സർക്കാർ ഇഡിയെ ഉപയോഗിക്കുന്നുവെന്ന് എസ്.ഡി.പി.ഐ സംസ്ഥാന പ്രസിഡന്റ് സി.പി. ലത്തീഫ്. അതിന്റെ അവസാനത്തെ ഇരയാണ് എസ്.ഡി.പി.ഐ. ദേശീയ പ്രസിഡന്റ് എം.കെ. ഫൈസി ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റെന്നും സി.പി. ലത്തീഫ് ആരോപിച്ചു. ബി.ജെ.പി. സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതല്ലെങ്കിൽ ബി.ജെ.പിക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്നസ്വരങ്ങളെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഇഡിയെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായി. അതിൻ്റെ അവസാനത്തെ ഇരയാണ് എസ്.ഡി.പി.ഐയും അതിൻ്റെ ദേശീയ അധ്യക്ഷൻ എം.കെ. ഫൈസിയും. 2 വർഷം മുമ്പ് ഇഡി ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇഡി ദേശീയ അധ്യക്ഷന് സമൻസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജനുവരി 3, 4, 5 തീയതികളിൽ ഡൽഹിയിലെ ഇഡി ഹെഡ്ക്വാർട്ടേഴ്സിൽ എം.കെ. ഫൈസി നേരിട്ട് ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെയായ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് പോന്നതാണ്.